നമസ്കാരം. ടോക്ക് വിത്ത് ഈജയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില പ്രോഗ്രാമുകളിൽ ഇൻട്രോയെ തോൽപ്പിക്കുന്ന യാഥാർത്ഥ്യമായിരിക്കും വാർത്തയുടെ വിശദാംശത്തിൽ ഒളിഞ്ഞിരിക്കുക. നേരെ അങ്ങോട്ട് കടക്കുന്നു. ഇതാ കേട്ടുകൊള്ളുക. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടേ. ദേ നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. നീ ജോർജ് സാറിന് ഇനിയും കുറെ അറിയാനുണ്ടനിയാ. നീ ആരെയാടേ പേടിപ്പിക്കുന്നേ? എന്നെ 36 വർഷമായടാ ബെൻസേ ഞാൻ പോലീസിൽ. അതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോ ജോർജ് സാറ് പഴയ ജോർജ് സാർ തന്നെയാടാ. പ്രകാശ് വർമ്മയുടെ തുടരും ഡയലോഗ് എല്ലാവരും കേട്ടിരിക്കും. എന്നാൽ ഇതും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. വിശദാംശങ്ങൾ അറിയാം ഇനി. നമസ്കാരം. നമസ്കാരം. പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പോലീസിൽ കൂത്തുപറമ്പിലാണ് വീട് അല്ലേ? എവിടെയാണ് വീട്? വീട് കൂത്തുപറമ്പാമ്പിലാണ്. പോലീസിൽ ഇപ്പോൾ 22 വർഷമായി. ASI ആണ് അല്ലേ? ASI ആണ്. ഡ്രൈവർ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ASI ഡ്രൈവർ. പിന്നെ കൂത്തുപറമ്പ് ഇപ്പോൾ ഹൈവേ പോലീസിലാണ് ജോലി ചെയ്യുന്നത്. ഈ കലാപരിപാടി, ഈ മിമിക്രി പരിപാടി നേരത്തെ ഉണ്ടായിരുന്നോ? മിമിക്രി ഒരു പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് നമ്മുടെ കോളേജ് ഡേക്കൊക്കെ അവതരിപ്പിച്ച് അങ്ങനെയാണ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് കോളേജിൽ നിന്നൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഈ വീട്ടിലുള്ളവരൊക്കെ അനുകരിച്ചായിരുന്നു അതോ വല്ല സിനിമാ നടന്മാരൊക്കെ അങ്ങനെയാണോ? സിനിമാ നടന്മാർ തന്നെയാണ് ചെയ്ത് തുടങ്ങിയത്. അതിൻ്റെ ഇടയ്ക്ക് പാട്ടും ഉണ്ടല്ലേ? പാട്ടിൽ ചെറിയ തോതിൽ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ പരിപാടി നടക്കുമ്പോൾ പാടുകയൊക്കെ ചെയ്യും. ഇപ്പം ഈ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രകാശ് വർമ്മയുടെ വോയിസ് അത് ഈ നിങ്ങൾ ഈ പോലീസ് വൃത്തങ്ങളിൽ മാത്രമാണ് സുഹൃത്ത് സാഹസികളിലൊക്കെ കുറേ അവതരിപ്പിച്ചു അല്ലേ? ഇല്ല, പുറത്ത് ഞാനങ്ങനെ കൂടുതൽ അവതരിപ്പിച്ചിട്ടില്ല. ഇത് ഞാൻ വോയിസ് എൻ്റെ മൊബൈലിൽ തന്നെ റെക്കോർഡ് ചെയ്ത് നമ്മളെ പോലീസുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇത് ചെയ്യുന്നുണ്ട്, നന്നായിട്ടുണ്ട് എന്ന് എല്ലാവരും പറയാൻ തുടങ്ങിയത്. മറ്റു നടന്മാരെയും അനുകരിക്കാറുണ്ട് അല്ലേ? മറ്റു നടന്മാരെയും ചെയ്യാറുണ്ട്. ആരുടെയൊക്കെ ഉണ്ട്? മറ്റു നടന്മാരുടെ സുരേഷ് ഗോപിൻ്റെ ചെയ്യും. പിന്നെ തിലകൻ്റെ പണ്ടത്തെ വോയിസ്, അദ്ദേഹം അവസാനം മരണപ്പെടുന്ന ആ സമയത്തുള്ള ആ ലാസ്റ്റ് പ്രസംഗം, പിന്നെ അതുപോലെ ഭീമൻ രഘു, പ്രേം നസീർ, മധു, ശങ്കരാടി, അങ്ങനെ കുറച്ച് ആളുകളുടെ ശബ്ദം ചെയ്യും. നമുക്ക് ഒന്ന് തിലകൻ്റെ ആ പഴയ വോയിസ് ഒന്ന് കേൾക്കാം. തിലകൻ്റെ കഴിഞ്ഞ 17 വർഷം എൻ്റെ മനസ്സാക്ഷി കോടതി സൂക്ഷിച്ചു വെക്കുന്ന കേസിൻ്റെ വിധി ഞാനിപ്പോൾ പറയുക. ഈ കാണുന്ന മഹാലക്ഷ്മി എൻ്റെ മകളാ, എൻ്റെ സ്വന്തം മകളാ. A+B = AB + B². ഈ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം പോലും മാത്തമാറ്റിക്സിലാണ്. സ്വന്തം അപ്പൻ്റെ കൈവെട്ടിയവനായി ഇവനെ പിന്നെ ഞാൻ എന്ത് വിളിക്കണം? ചെകുത്താനെന്നല്ലാതെ. ഈ പിന്നെ നരേന്ദ്രപ്രസാദിൻ്റെ വോയിസിനെ പറ്റി പറഞ്ഞല്ലോ. നരേന്ദ്രപ്രസാദിൻ്റെ കുറവാണ്, കുറവാണ്. ഭീമൻ രഘുവിൻ്റെ സുരേഷ് ഗോപി അങ്ങനെയല്ലേ? നമുക്ക് ആ ഭീമൻ രഘുവിലൂടെ പോയിട്ടൊന്ന് സുരേഷ് ഗോപിയിലേക്ക് വരാം. വരണം മിസ്റ്റർ ഇന്ത്യയോടൻ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ട മൈതാനം വരെ ഓടിച്ചിട്ട് തല്ലിയതാനിവനെ. സാറ് പോയാട്ടെ, ഇവൻ്റെ കാര്യം ഞാൻ ഏറ്റു സാറേ. ഇനി നല്ല സുരേഷ് ഗോപിയിലേക്ക് നമുക്ക് പോകാം. സുരേഷ് ഗോപി ആ ഡയലോഗ് എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പറയാം. അത് സെൻസർ ചെയ്ത് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിലിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. അതിൽ ആരുടെയും അപ്പനെ വിളിച്ചതല്ല, അപ്പനെ വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. നന്നായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ മിമിക്രിയിലേക്ക് വരും. സിനിമാ താരങ്ങളല്ലാത്ത ഇപ്പം വീട്ടിലോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യനോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? പൊളിറ്റീഷ്യൻ ചെയ്തിട്ടുണ്ട്. അതിൽ CM ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ
ചെയ്യേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം. സീമന് ചെയ്യാറുണ്ട് അല്ലേ? എൻ്റെ ഫേവറേറ്റ് അതായിരുന്നു. അത് ശരി, അത് ശരി. എല്ലാവരും എന്നോട് ആവശ്യപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കാൻ വേണ്ടിയാണ്. അതെ അല്ലേ? അതിപ്പോൾ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയുള്ളൂ. അല്ല, ഇഷ്ടപ്പെട്ടുള്ളൂ. അങ്ങനെയുള്ള ഡയലോഗ് മാത്രമേ ഞാൻ പറയാറുള്ളൂ. പിന്നെ മറ്റു നടന്മാരിലേക്ക് വരുമ്പോൾ പ്രേം നസീർ അല്ലേ? പ്രേം നസീർ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അത് മുമ്പ് ജയറാം മിമിക്രി ആർട്ടിസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് അവർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ആ ഡയലോഗ് പഠിച്ചിട്ടാണ്. അല്ലാതെ പിന്നെ പ്രേം നസീറിൻ്റെ ഡയറക്റ്റ് സിനിമ കണ്ടിട്ട് ഡയലോഗ് പഠിച്ചതല്ല. ഓരോ മിമിക്രി ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനും അത് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ലോകനാർക്കാവിലമ്മേ, അമ്മക്കെന്നെ മനസ്സിലായില്ലേ? അമ്മയുടെ ബാബുമോൻ തിരിച്ചു വന്നു അമ്മേ. അമ്മയുടെ ബാബുമോൻ SSLC പാസ്സായമ്മേ. കണ്ണ് തുറക്കൂ അമ്മേ. എല്ലാ വിഷയത്തിലും എനിക്ക് A+ ഉണ്ടമ്മേ. അമ്മേ. നന്നായിട്ടുണ്ട്. ഉണരൂ മകനെ, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. പറയൂ, എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? എന്റെ പൊന്നു ഭഗവാനെ, എനിക്ക് വരൊന്നും വേണ്ട. മംഗലം കഴിക്കാൻ ഒരു പെണ്ണിനെ ഒപ്പിച്ചെന്നമൈ. ഞാനെന്താ നിന്റെ കല്യാണ ബ്രോക്കറോ? ഉയ്, അങ്ങനെയല്ല ഭഗവാനെ. പെണ്ണ് നോക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലായി. പൈസ ആണെങ്കിൽ തേച്ചും തീരുകയും ചെയ്തു. നീ പ്രഷ്യസ് മാട്രിമോണിയിൽ അന്വേഷിച്ചോ? ഇല്ല. വെറും 40 രൂപയുടെ കാര്യത്തിനാണോ 400 ദിവസത്തെ തപസ്? നീ എന്തൊരു പൊട്ടനാണടാ. അല്ല, ഏടിയായി പ്രഷ്യസ്? തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിന് എതിർവശത്ത് PV കോംപ്ലക്സിന്റെ 3ാം നിലയിലാണത്. താങ്ക്സ് ഭഗവാനെ. ദയവ് ചെയ്ത് കല്യാണക്കാര്യം പറഞ്ഞെന്നെ വിളിക്കരുത്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ വേഗത്തിൽ കല്യാണം ശരിയാവാൻ പ്രഷ്യസ് മാട്രിമോണിയൽ. പിന്നെ ഈ പുതിയ നടന്മാരിൽ ആരുടെയും ഒക്കെ പുതിയത് ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇത് എങ്ങനെയാണ് ഈ മിമിക്രിയിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ അതുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു അത്ഭുതത്തിൻ്റെ ലോകമാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഒരിക്കലും വേറെ ആൾ പഠിപ്പിക്കുന്നതോ പഠിച്ചിട്ടോ ചെയ്യാൻ പറ്റുന്ന ഒരു കലയല്ലല്ലോ. അത് ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു സമയമുണ്ടല്ലോ. അത് ചിലപ്പോൾ ബാത്റൂമിൽ നിന്ന് ഒരാൾ ഒരു ഡയലോഗ് പറഞ്ഞു നോക്കുമ്പോഴായിരിക്കാം, അല്ല കൂട്ടുകാരോട് പറയുമ്പോഴായിരിക്കാം. അങ്ങനെ ആ തിരിച്ചറിവ് എപ്പോഴാണ് തോന്നിയിട്ടുള്ളത്? അതൊരു വ്യത്യസ്തമായ ശബ്ദമുള്ള ആളുകളെയാണ് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യുക. സാധാരണ രീതിയിലുള്ള സാധാരണ ഒരു സൗണ്ടൊന്നും അത് നമുക്ക് വലിയ പ്രാധാന്യമായിട്ട് തോന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് MS തൃപ്പൂണിത്തുറ പറയുമ്പോൾ സാധാരണ ആൾ പറയുന്ന ശബ്ദമായിരിക്കും അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു പതർച്ച. അറിയോ? അല്ല എന്താ നാരായണ അതുപോലെ കുറച്ച് ഡയലോഗ് മറന്നു വേണ്ടാന്ന് കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ അനുകരിക്കുന്ന വോയിസിന് എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണം. വ്യത്യസ്തത ഉണ്ടായാൽ പെട്ടെന്ന് അവതരിപ്പിക്കാൻ പറ്റും. അതൊരു വ്യത്യസ്തമായ സൗണ്ട് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ പിന്നെ ഇയാൾ ഈ പ്രകാശ് വർമ്മന്റെ വോയിസിലേക്ക് വന്നത് അത് അത്ര സ്ട്രൈക്ക് ചെയ്തില്ല സിനിമയിൽ. അത് നല്ല ഹാർഡായിട്ടുള്ള ശബ്ദം. അത് ഞാൻ വിചാരിച്ചത് ഷമ്മി തിലകൻ സൗണ്ട് കൊടുത്തതാണ്. പിന്നീട് അല്ല, അയാള് അദ്ദേഹത്തിന്റെ സ്വന്തം ശബ്ദമാണെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇന്റർവ്യൂലൊക്കെ അതേ ശബ്ദം തന്നെ. അതാ അയാളൊരു നല്ല മികവുറ്റ ഒരു പരസ്യരംഗത്തൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ ഫിഗറാണ് പ്രകാശ് വർമ്മ. ജഗന്നാഥ് വർമ്മേന്റെ മരുമോനാണ്. പെങ്ങളുടെ മോനാണ്. ഏട്ടന്റെ മോനാന്ന് ഏട്ടനെ പറയുന്നത്. സഹോദരന്മാരുടെ മക്കൾ. അതെ, ഏട്ടൻ്റെ മോനാണ്. ഏട്ടൻ്റെ അനുജൻ്റെ സഹോദരന്റെ മോനാന്ന് പറയുന്നത്. പിന്നെ വേറെ ഏത് നടൻ്റെയാണ് നമ്മൾ സാധാരണ വോയിസ് അനുകരിക്കാറുള്ളത്? ഇപ്പം നമുക്ക് തൃപ്പൂണിത്തറയായി, തിലകനായി, സുരേഷ് ഗോപി, പിന്നെ ഇപ്പോൾ പ്രകാശ് രഘുവായി. പിന്നെ സിദ്ദിഖ് ലാലിലെ സിദ്ദിഖ് സാറിൻ്റെ മരിച്ചുപോയ അദ്ദേഹം ഏതൊരു ചാനൽ പരിപാടിയിൽ, അതായത് ഡാൻസോ മറ്റുള്ള എന്തൊരു കുട്ടികളുടെ പ്രോഗ്രാമുണ്ട്, അതിൽ ജഡ്ജായി വന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചതാണ് അയാളുടെ സൗണ്ട്. അത്
വളരെ മനോഹരമായിട്ടുണ്ട്. ആ ഡാൻസും കളരിപ്പയറ്റും ഒന്നിച്ച് ചെയ്തത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് ഇനിയും തുടർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഔട്ട് ഓഫ് 30 ഞാനൊരു 29 മാർക്ക് തരാം. അത് ഒരു വ്യത്യസ്തമായ ശബ്ദമാണ് അദ്ദേഹം. അപ്പം നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നൊരു ശബ്ദമാണ് നമുക്ക് അനുകരിക്കാൻ എപ്പോഴും അനുകരിക്കാൻ പെട്ടെന്ന് തോന്നുന്നത് അല്ലേ? പിന്നെ നമ്മളെ വീടിൻ്റെ മുന്നിലും പല സ്ഥലത്തു നിന്നിട്ട് കാക്കേനെ വിളിച്ചിട്ട് ഒരുപാട് കാക്കകൾ വരലുണ്ടല്ലേ? വന്നിട്ടുണ്ട്. അത് ശരി. അത് കാക്കേനെ വിളിക്കുമ്പോൾ എല്ലാവരും വരും. അതെങ്ങനെ കാക്കയുടെ ശബ്ദത്തിൽ അതെങ്ങനെയാണെന്നാ തോന്നിയിട്ടുള്ളത്? കാക്കയുടെ ശബ്ദത്തിൽ കാക്കയുടെ ശബ്ദം തന്നെയാണ് ആ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഈ സംഭവം കണ്ടിട്ട് വേറൊരാൾ പറഞ്ഞത് അത് കാക്കയുടെ കൂട്ടത്തിലെ മറ്റു കാക്കകൾക്ക് അപകടം പറ്റിക്കഴിഞ്ഞാലാണ് പോലും ഇതുപോലെ ശബ്ദം ഉണ്ടാക്കുക, തുടർച്ചയായിട്ട് കരയുമ്പോൾ. ആ ആ അപ്പോൾ അത് അങ്ങനെയാണെന്ന് കരുതിയിട്ടാണ് മറ്റുള്ള കാക്കകളൊക്കെ അവിടെ വട്ടോട്ട് പറക്കുന്നത്. ശരി ശരി. കാക്കൻ ഈ മറ്റ് ജീവികളിൽ മനുഷ്യനല്ലാതെ മറ്റു ജീവികളിൽ കാക്കനെ മാത്രമേ അനുകരിക്കുള്ളൂ? അല്ല, ഇപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അത് പിന്നെ കാക്കയാലും പൂച്ചയാലും ആട് അതെല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. ആ എല്ലാവർക്കും പറ്റൂല, എനിക്കൊന്നും പറ്റൂല. ആ കാക്കൻ്റെ ഒന്ന് വോയിസ് എടുക്കൂ. കാക്കേൻ്റെ അപ്പോൾ ഇത് കേൾക്കുമ്പോഴാണ് മറ്റുള്ള കാക്കകൾ പറന്നു വരിക. വേറെ ഏതെങ്കിലും ജീവിൻ്റെ അനുകരിച്ചിട്ടുണ്ടോ? ജീവികളിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. മിമിക്രിൻ്റെ ഒരു വല്ലാത്ത തലാണത്. ഒരു ചില ഈ ട്രെയിൻ പോകുന്ന ശബ്ദമൊക്കെ ചിലർ കേൾപ്പിച്ചിട്ട് അയ്യോ, അത് നേരിട്ട് കാണുന്ന പോലെ അതിൽ പോകുന്ന പോലെ തന്നെ ഉണ്ടാവും. വല്ലാത്ത അനുഭവമായിപ്പോയിട്ടുണ്ട്. നമ്മുടെ കലാകാരന്മാരെ ഒക്കെ ശ്രദ്ധിച്ചറിയാം. ഇപ്പോൾ സിദ്ദിഖായാലും സുരാജ് വെഞ്ഞാറുമൂടായാലും ഒട്ടുമിക്ക നടന്മാരും പിന്നെ ഈ മിമിക്രി കൂടിയാണ്, കലാഭവൻ മണി മിമിക്രി കൂടിയാണ് ഇവർ അവരുടെ തനതായ ഒരു കലയിലേക്ക് വരുന്ന അവസാനമായിരിക്കും. അതെ, ദിലീപ് ആയാലും ഇപ്പം അതെ 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 സൂപ്പർ സ്റ്റാറായി. അതെ അതെ. തുടക്കത്തിൽ അവരെപ്പോഴും ഇതിലല്ല. അതിലൊക്കെ ഒരു പള്ളിയുടെ അച്ഛനുണ്ടായിരുന്നു. എന്താ അച്ഛൻ്റെ പേര്? മറ്റേ ആവേൽ അച്ഛനോ? ഇവരുടെ ഈ ദിലീപൊക്കെ പഠിച്ച ഒരു സ്ഥലത്തിന്റെ കലാഭവൻ ട്രൂപ്പിന്റെ തലവൻ ഇദ്ദേഹമാണ് ഈ വളർത്തിക്കൊണ്ടുവന്നത്. കലാഭവൻ മണീനെ ഇവരെയൊക്കെ, സൈനുദ്ദീൻ, ഇവരൊക്കെ ഇതിനകത്തുള്ള കക്ഷികളായിരുന്നു. എല്ലാവരും പിന്നെ മിമിക്രി ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. വേറെ എവിടുന്നെങ്കിലും സിനിമാ ഫീൽഡിൽ നിന്നോ എവിടുന്നെങ്കിലും എന്തെങ്കിലും ക്ഷണമോ അല്ലെങ്കിൽ പിന്നെ പ്രശംസയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? പ്രശംസ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കൂത്തുറമ്പിലെ കലാമണ്ഡലം മഹേന്ദ്രൻ എൻ്റെ ക്ലാസ്മേറ്റാണ്, ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ പല സ്ഥലത്തും ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ഒരു ദിവസം എന്നെ വിളിച്ച് എനിക്കൊരു ആദരവൊക്കെ തന്നിട്ടുണ്ട് അവിടെ വെച്ചിട്ട്. ഇപ്പം നമ്മുടെ ഈ പിന്നെ ഈ പ്രകാശ് വർമ്മേൻ്റെ ഡയലോഗ് തന്നെ അത് വലിയ ഹിറ്റായ ഒരു സംഭവമാണ്. ഞാനത് നമ്മുടെ റിപ്പോർട്ടർ എനിക്കൊരു പിന്നെ മൊബൈലിൽ ഒരു ഈ വോയിസ് ഒന്ന് കേട്ട് നോക്കുന്നു പറഞ്ഞ് കൊണ്ടുത്തരികയാണ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് ആരാണെന്ന് ചോദിക്കുക. അത് ഞാൻ മൊബൈൽ റെക്കോർഡ് ചെയ്തിട്ട് ഫ്രണ്ട്സിനും അങ്ങനെ മറ്റുള്ള ആളുകൾക്കൊക്കെ അയച്ചു കൊടുത്താണ്. അപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ പോലീസ് ജോലിയും ഇതും കൂടെ എങ്ങനെ പിന്നെ ടെൻഷൻ കുറയ്ക്കുകയാണോ ടെൻഷൻ കൂട്ടുകയാണോ ചെയ്യുന്നത്? റിലാക്സ് ആകുമ്പോൾ അല്ല, ഇത് റിലാക്സ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനിങ്ങനെ ഓരോ ആളുകളുടെ ശബ്ദം അനുകരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് കൂടെയുള്ള ആൾക്കാർ, പോലീസുകാർ, SI ആയാലും CI ആയാലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇന്ന ആളുടെ ശബ്ദം അനുകരിക്കുമല്ലോ, ഒന്നത് പറയും. അതായത് ആ ഓഫീസറിൻ്റെ ശബ്ദം തന്നെ അനുകരിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുമ്പ് ഇവിടെ CI ആയി പിന്നീട് DYSP ആയി റിട്ടയർ ചെയ്ത നമ്മുടെ KV ബാബു സാറുണ്ട്. എഴുത്തുകാരനാണ്. എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞു, സതീഷ്, നീ എൻ്റെ ശബ്ദം അനുകരിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ അദ്ദേഹം പറയുന്ന ഓരോ ഡയലോഗ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് അയച്ചു തന്നിട്ട്, നീ ഒന്ന് ഇതുപോലെ പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ, ഇങ്ങനെ പറയും. അങ്ങനെ അത് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. റിട്ടയർ നല്ല സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ സഹോദരനാണ് മറ്റേ മുത്തങ്ങല് വിനോദ് സാറ് മരിച്ചത്. അതെ അതെ. ഇദ്ദേഹം ആദ്യം അധ്യാപകനായിരുന്നു. ചരിത്രകാരനാണ്. പ്രധാന പുസ്തകങ്ങളൊക്കെ അറിയപ്പെടുന്നു. എവിടെയാ അദ്ദേഹത്തിന്റെ വീട്? ഇപ്പം അദ്ദേഹത്തിന്റെ വീട് കൊയ്യം എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊയ്യം, ശ്രീകണ്ഠപുരം കഴിഞ്ഞിട്ട്. ഈ പോലീസ് അസോസിയേഷൻ്റെയോ അല്ലെങ്കിൽ പോലീസിൻ്റെ വേദികളിലൊക്കെ ഈ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടോ? അസോസിയേഷൻ്റെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു കൾച്ചറൽ പ്രോഗ്രാം പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഡ്യൂട്ടിയുടെ തിരക്കായതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് ഒന്ന് ഫസ്റ്റ് എനിക്ക് തന്നെ തരണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് മിമിക്രിയും ചെയ്തു, ഒരു പാട്ടും പാടി.
അത് ശരി. അങ്ങനെ സമയം കിട്ടാത്തതുകൊണ്ട് കുറച്ച് സമയം മാത്രമേ അവിടെ ചെലവഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഈ സിനിമാ മേഖല പോലീസിനുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് ഇപ്പോൾ. ഉണ്ട്. ഒരു SI തന്നെയല്ലേ മറ്റേ ഇതിലൊക്കെ അഭിനയിക്കുന്ന ഒരു അവിടെ ശിവാസ് സാർ മട്ടന്നൂരിൽ. മട്ടന്നൂർ അദ്ദേഹം? അതെ, മട്ടന്നൂർ. ശിവാസ് സാർ മട്ടന്നൂരാണ്. അദ്ദേഹത്തിന് എന്നാ താൻ കേസ് കൊടുക്കുന്നത്? ഏതൊക്കെ 1-2 പോലീസ് വേഷത്തിൽ തന്നെ കണ്ടു. പോലീസ് വേഷം അത് ആദ്യം വന്നത് തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറയുന്ന സിനിമയിൽ ഒരു മഫ്റ്റിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് തോന്നുന്നത്. അവിടുത്തെ റൈറ്ററോ അങ്ങനെ എന്തോ ആയിട്ടാണ് ഉണ്ടായത്. ആ സിനിമയിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള സജീന്ദ്രൻ ഡോക്ടർ എന്നെ വിളിച്ചതാ. അന്ന് അതിൽ പോയ കുറെ ആൾക്കാർ ഒരുപാട് കുറേ ആളുണ്ട്. അത് അതിനുശേഷം അവർക്ക് കുറെ ആൾക്ക് ഒരുപാട് ചാൻസ് കിട്ടിയിട്ടുണ്ട് അഭിനയിക്കേണ്ടത്. അന്ന് ഞാൻ പിന്നെ കാഞ്ഞങ്ങാട് വരെ പോകണ്ടേ എന്ന് വിചാരിച്ചിട്ട് പോകണ്ട മടിച്ചു നിന്ന്. അതാ പറ്റിയത്, വലിയ നഷ്ടമായി മടിച്ചു നിന്ന്. ഈ സജീന്ദ്രൻ ഡോക്ടർ ഒരു സിനിമയിൽ മറ്റേ അഭിനയിച്ചിട്ടുണ്ട്. അതിലുണ്ട്, അതിൽ ഡോക്ടറായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അടുത്തൊരു സജീവ് കിളികുലത്തിന്റെ രുദ്ര എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്. അതിലുണ്ടോ? അതിലൊരു പോലീസിന്റെ വേഷം ചെയ്യാൻ ചെയ്തിട്ടുണ്ടല്ലേ? സജീവ് കിളികുലം ചെറുവാഞ്ചേരിക്കാരനല്ലേ? ചെറുവാഞ്ചേരി അദ്ദേഹത്തിന് കുറച്ച് പടങ്ങളുണ്ട്. രുദ്രം അല്ലേ? രുദ്ര ഇറങ്ങിയില്ല, റിലീസായില്ല. ഇല്ല. അതിന്റെ ക്യാമറ ഇവിടെയുള്ള നരവൂരിലെ മനോജേട്ടനാണ്. ശരി. അപ്പോൾ ഏതായാലും പോലീസ് ജീവിതത്തിന് എത്ര വർഷമായി പോലീസിൽ 22 വർഷം. 22 വർഷം അല്ലേ? വളരെ നല്ല സർവീസാണ് അല്ലേ? 22 വർഷം. 22 ഇപ്പോൾ നിലവിൽ 33 വർഷം സർവീസ് എത്തിക്കുന്ന പോലീസുകാർ ഇപ്പം നിലവിലുണ്ട്, സർവീസിലുണ്ട്. റിട്ടയർ ആണ്ട് ഇപ്പോൾ നിലവിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുണ്ട്. 93 ബാച്ചുകാരിലും 32 വർഷം കഴിഞ്ഞു. അതെ. ഉണരൂ മകനെ, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. പറയൂ, എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? എന്റെ പൊന്നു ഭഗവാനെ, എനിക്ക് വരൊന്നും വേണ്ട. മംഗലം കഴിക്കാൻ ഒരു പെണ്ണിനെ ഒപ്പിച്ചെന്നാ മതി. ഞാനെന്താ നിന്റെ കല്യാണ ബ്രോക്കറോ? ഉയ്യ്, അങ്ങനെയല്ല ഭഗവാനെ. പെണ്ണ് നോക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലായി. പൈസ ആണെങ്കിൽ തേച്ചും തീരുകയും ചെയ്തു. നീ പ്രഷ്യസ് മാട്രിമോണിയിൽ അന്വേഷിച്ചോ? ഇല്ല. വെറും 40 രൂപയുടെ കാര്യത്തിനാണോ 400 ദിവസത്തെ തപസ്? നീ എന്തൊരു പൊട്ടനാണടാ. അല്ല, ഏടിയായി പ്രഷ്യസ്? തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിന് എതിർവശത്ത് PV കോംപ്ലക്സിന്റെ 3-ാം നിലയിലാണത്. താങ്ക്സ് ഭഗവാനെ. ദയവ് ചെയ്ത് കല്യാണക്കാര്യം പറഞ്ഞെന്നെ വിളിക്കരുത്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ വേഗത്തിൽ കല്യാണം ശരിയാവാൻ പ്രഷ്യസ് മാട്രിമോണിയൽ. ഈ പോലീസ് ഡ്യൂട്ടിയും ഈ ഇതും കൂടെ ഉള്ളതുകൊണ്ട് സഹപ്രവർത്തകരെയും സന്തോഷിപ്പിക്കാം, അവനവന് തന്നെ ഒരു റിലാക്സ് ഇതൊക്കെ ആവും. വീട്ടിൽ പോയ വീട്ടിൽ നിന്ന് ഫാമിലിയുടെ കൂടെ ചെയ്ത് നോക്കും. എന്നിട്ട് അവരെ വിലയിരുത്താൻ വേണ്ടി അവർ പറയും നന്നായിട്ടുണ്ടെന്ന് പറയും. അല്ലെങ്കിൽ കുറച്ചുകൂടി ഇന്ന് ഇത് ശരിയാക്കാണ്ട് മക്കളും ഭാര്യയും നല്ല സപ്പോർട്ടാണ്. കുട്ടികളൊക്കെ ആർക്കാലും ഈ കഴിവ് അവരൊന്നും ഇത് ഞാൻ മൈക്ക് കൊടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യില്ല. ഇല്ല. പിന്നെ വീട് എവിടെയാന്ന് പറഞ്ഞത്? വീട് ഇവിടെ തന്നെ, കൂത്തുപറമ്പ്, ആമ്പിലാട്. അപ്പോൾ ഒരു പിന്നെ വേറെ എന്തെങ്കിലും അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും, അമ്മാവനോ അങ്ങനെ ആരെങ്കിലും കലാപരമായിട്ട് ഇങ്ങനെ മിമിക്രിയോ അങ്ങനെ എന്തെങ്കിലും ശബ്ദാനുകരണത്തിലോ എന്തെങ്കിലും? ഇല്ല. ആരുമില്ല. ഇനി ഉണ്ടാവാം, ചിലപ്പോൾ മക്കളെ പോലെ അവരും ഉണ്ടാതിരിക്കുന്നതായിരിക്കാമല്ലേ. പിന്നെ ഇനി ഇപ്പം എവിടെന്നെങ്കിലും എന്തെങ്കിലും ക്ഷണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? സിനിമ ഫീൽഡിൽ നിന്നോ മറ്റെന്തെങ്കിലും പ്രോഗ്രാംസിനോ? ഇല്ല, അങ്ങനെ ഒരു അറിയപ്പെടുന്ന ഒരു സിനിമയിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ശരി. അപ്പോൾ ഞാൻ ചെറിയ വേഷത്തിലൊന്ന് ചെയ്ത് വെച്ചിട്ടുള്ളൂ, ഷൂട്ടിങ് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പോലീസ് ഫീൽഡിൽ ഇത്തരം കലാപരമായ കഴിവുകളുള്ളവരെല്ലാം, എഴുതാൻ കഴിവുള്ളവർ, ഇപ്പം അഭിനയിക്കാൻ കഴിവുള്ള ഇവരോടൊക്കെ ഉള്ള അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയോട് കൂടിയാകുമ്പം എങ്ങനെയാണ് അവിടെ നിന്നുള്ള സമീപനമൊക്കെ? വളരെ പോസിറ്റീവാണ്. അനുമതി നമ്മളിപ്പോൾ അതിനുള്ളൊരു പെർഫോമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പുറമെ ഒരു അപേക്ഷയുണ്ട്. അതൊക്കെ ചെയ്തിട്ട് അത് ജില്ലാ പോലീസ് മേധാവിക്ക് കൊടുക്കണം. അപ്പോൾ അദ്ദേഹം DGPക്ക് അയച്ചിട്ട് അവിടുന്ന് സാങ്ഷനായിട്ട് വരണം. അപ്പോൾ അതെല്ലാം ഒരുപാട് സമയം പിടിക്കും. ഇപ്പം നിലവിലത് കൊടുക്കുന്നുണ്ടോയെന്ന് തന്നെ അറിയില്ല, പെർമിഷൻ കൊടുക്കുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ നമ്മളെല്ലാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറെ ഒരു പാരിതോഷികവും വാങ്ങിയിട്ടല്ല ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഒരു ഒരു മനുഷ്യത്വം എന്നുള്ള നിലയിൽ ഒരു നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഒരു പെർഫോം ചെയ്യാം എന്നുള്ള മാത്രമേ ഉള്ളൂ. പാരിതോഷികമായിട്ട് ഇതുവരെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. ഇനി ഓരോ നടനെ ചെയ്യാൻ പറഞ്ഞാൽ ഏത് നടനെ സെലക്ട് ചെയ്യാം? ഇനിയിപ്പോൾ ശങ്കരാടി ഉണ്ട്.
ഇവിടെ നിൽക്കുക ഇവിടെ മേവനയില്ല വീടിപ്പതല്ലേ പണി 50 കിടാകളന്മാരാ പശുക്കൾ നേരന്ന് വെക്കല്ലേ തൊഴുത്തിൽ ചെറിയുള്ള മുണ്ടാക്കി ചെറിയ പരത്തിക്കൊരു ഇതൊക്കെ അങ്ങോട്ട് കൊടുത്താൽ പാല് ശറ പറയുന്ന നോക്കി ഈ കോളരിയുടെ മുഴുവൻ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. അത് രണ്ട് സിനിമയിൽ ഡയലോഗാണ്. അതായത് ആ വോയിസിൻ്റെ ഒഴുക്ക് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. വേറെ ഏതെങ്കിലും നടനെ ഓർമ്മയുണ്ട്? പപ്പു ഉണ്ട്, മമ്മൂക്കയുണ്ട്, മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും വോയിസിലേക്ക് മുരളി? ഇല്ല, അങ്ങനെ അവരൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മൾ ആദ്യമേ ചെയ്ത് നോക്കണം, എന്നിട്ടാണ്. അതെ 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 അതെ. എന്നിട്ട് നമുക്ക് ഏകദേശം ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയാൽ അത് ചെയ്യും, പിന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ ഇത് ആ സിനിമ കണ്ടപ്പോൾ സ്ട്രൈക്ക് ചെയ്താണോ അതോ ഈ പിന്നെ ജോർജ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ? സിനിമ കണ്ടപ്പോൾ നല്ല ഇതുപോലെ നല്ല കഠിനമായ ഡയലോഗുകൾ വരുമ്പം അത് നമ്മൾ ഇഷ്ടപ്പെടും. ഈ കലേനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇഷ്ടപ്പെടും, അല്ലാതെ ആളുകളും ആ ഡയലോഗിൽ അങ്ങ് വീഴുക. ആ സിനിമയിൽ അദ്ദേഹം പറയുന്ന ഡയലോഗ് പോലെ തന്നെ അദ്ദേഹം തന്നെ അതിലെ നായകൻ എന്ന് പറയുന്നുണ്ട്. ഈ ജോർജ് സാറാടാന്ന് പറയുന്നില്ലേ, ഇത് എൻ്റെ സിനിമയാടാ, ഇതിലെ നായകനും ജോർജ് സാറാടാ. അതുപോലെ തന്നെ വില്ലനാണെങ്കിലും ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ വില്ലനാണ് ജോർജ് സാറ്. അപ്പോൾ ഇതിൻ്റെ ശബ്ദം അനുകരിക്കാൻ പ്രചോദനമായതെന്ന് പറഞ്ഞാൽ ഞാൻ ഫാമിലി ആയിട്ടാണ് സിനിമ കാണാൻ പോയത്. അപ്പോൾ ഒരു മോൻ എന്നോട് പറഞ്ഞു, അച്ഛ ഈ സൗണ്ട് ഒന്ന് ചെയ്ത് നോക്കണേന്ന് പറഞ്ഞു. ഞാനപ്പോൾ വീട്ടിലെത്തി ഒന്ന് ചെറുങ്ങനെ നോക്കി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, നാട്ടിലുള്ള ഒരു സുഹൃത്ത്, ഒരു അജയ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ വോയിസ് അയച്ചു തന്നു. അതിൻ്റെ കൂടെ തന്നെ വേറൊരു സുഹൃത്ത് വേറൊരു പീസ് അയച്ചു തന്നു, ഇത് തന്നെ ജോർജ് സാറിൻ്റെ ശബ്ദം. അങ്ങനെ അത് എൻ്റെ വണ്ടിയിൽ കാറിൽ വെച്ചിട്ട് കുറച്ച് സമയം ഞാൻ ഇങ്ങനെ കേട്ടു. പിന്നെ വീട്ടിൽ പോയി ഒന്ന് പറഞ്ഞു നോക്കി. അപ്പോൾ ഏകദേശം ശരിയാണെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് ഫ്രണ്ട്സിൽ അയച്ചു കൊടുത്തത്. പക്ഷെ അത് നല്ല കനത്തിൽ ശബ്ദം കിട്ടണം, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. സാധാരണ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ചെയ്തതിൻ്റെ അത്രയും പെർഫെക്റ്റ് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇനി ഏതാ നടന്മാരേതെങ്കിലും നമ്മുടെ ഓർമ്മയിലുള്ള? ഇനിയിപ്പം മധുവിൻ്റെ ചെയ്തിട്ടില്ലല്ലേ? ഇല്ല. ഒന്ന് മധു സാറിന്. എനിക്കെന്താ ഈ വീട്ടിൽ കാര്യം? ഇനി പ്രേമമാണ് മണ്ണാൻ കെട്ടിയാണെന്ന് പറഞ്ഞേ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടല്ലോ, രണ്ടിനെയും ചവിട്ടി പുറത്താക്കും ഞാൻ, ഓർമ്മയിരിക്കട്ടെ. മനസ്സിലായിട്ടുണ്ട്. താങ്ക് യു. വളരെ നന്ദി ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ചത്. ഈ കലാകാരൻ എന്നും ഇനിയും ഉയരിലെത്തും. ഓക്കെ, താങ്ക് യു. ഉണരൂ മകനെ, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. പറയൂ, എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? എന്റെ പൊന്നു ഭഗവാനെ, എനിക്ക് വരൊന്നും വേണ്ട, മംഗലം കഴിക്കാൻ ഒരു പെണ്ണിനെ ഒപ്പിച്ചെന്നാ മതി. ഞാനെന്താ നിന്റെ കല്യാണ ബ്രോക്കറോ? ഉയ്യ്, അങ്ങനെയല്ല ഭഗവാനെ. പെണ്ണ് നോക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലായി. പൈസ ആണെങ്കിൽ തേച്ചും തീരുകയും ചെയ്തു. നീ പ്രഷ്യസ് മാട്രിമോണിയിൽ അന്വേഷിച്ചോ? ഇല്ല. വെറും 40 രൂപയുടെ കാര്യത്തിനാണോ 400 ദിവസത്തെ തപസ്? നീ എന്തൊരു പൊട്ടനാണടാ. അല്ല, ഏടിയായി പ്രഷ്യസ്? തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിന് എതിർവശത്ത് PV കോംപ്ലക്സിന്റെ 3-ാം നിലയിലാണത്. താങ്ക്സ് ഭഗവാനെ. ദയവ് ചെയ്ത് കല്യാണക്കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ വേഗത്തിൽ കല്യാണം ശരിയാവാൻ പ്രഷ്യസ് മാട്രിമോണിയൽ.